ഹായ് എവരി വൺ. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അസൈൻമെൻറ്റിൻ്റെ ഫ്രണ്ട് പേജ് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളത് ഒന്ന് സൂചിപ്പിക്കാം. എൻറോൾമെൻറ്റ് നമ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ID കാർഡിലെ 2 എന്ന നമ്പറിൽ തുടങ്ങുന്ന 10 അക്ക നമ്പറാണ് അവിടെ എഴുതേണ്ടത്. അടുത്തതായിട്ട് പ്രോഗ്രാം, നിങ്ങളുടെ പ്രോഗ്രാം ഏതാണെങ്കിൽ അതിൻ്റെ കോഡ് എഴുതിയാൽ മതിയാവും. ഇപ്പോൾ സൈക്കോളജി ആണെങ്കിൽ BA-PCH, ഇംഗ്ലീഷ് ആണെങ്കിൽ BA-EGH, BCom ആണെങ്കിൽ BCom എന്നുള്ളത് എഴുതുക. BCom F ആണെങ്കിൽ BCom F എന്ന് എഴുതുക. അത് നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫോമിൽ രജിസ്ട്രേഷൻ സമയത്ത് തന്നിട്ടുള്ള അപ്ലിക്കേഷൻ ഫോം അല്ലെങ്കിൽ ID കാർഡ് ഇതിലെല്ലാം ഉണ്ടാവും. അടുത്തതായിട്ട് സ്റ്റുഡൻറ്റ് നെയിം, അത് പിന്നെ എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ല. കോഴ്സ്, നിങ്ങളുടെ കോഴ്സ് ഏതാണ്, നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സബ്ജക്റ്റിൻ്റെ നെയിമാണ് അവിടെ എഴുതേണ്ടത്. ഇപ്പോൾ BA ഇംഗ്ലീഷ് ആണെങ്കിൽ BAEGH 101, 102 ഇങ്ങനെ പറഞ്ഞിട്ടായിരിക്കും കോഡ്. ഇപ്പോൾ BCom ആണെന്നുണ്ടെങ്കിൽ BCom 131, 132 അങ്ങനെ പറഞ്ഞിട്ടായിരിക്കും കോഡ്. ഇപ്പോൾ സൈക്കോളജി ആണെങ്കിൽ BPCC 131, BPCC 132 അങ്ങനെ നിങ്ങൾ എഴുതുന്ന സബ്ജക്റ്റിൻ്റെ കോഡ് ഏതാണെങ്കിൽ അതാണ് അവിടെ കൊടുക്കുക. അടുത്തതായിട്ട് സ്റ്റഡി സെൻറ്റർ കോഡ്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഈ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് സ്റ്റഡി സെൻറ്ററിലാണ്. അപ്പോൾ ഓരോ സ്റ്റഡി സെൻറ്ററിനും ഓരോ കോഡ് ഉണ്ടാവും. അത് നിങ്ങളുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞ സമയത്ത് തന്നിട്ടുള്ള ഡീറ്റെയിൽസിൻ്റെ കൂടെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ JDT ആണെന്നുണ്ടെങ്കിൽ 1403, ഇപ്പോൾ PSM ആണെങ്കിൽ 1409, ഇങ്ങനെ തുടങ്ങി ഓരോ സ്റ്റഡി സെൻറ്ററിനും ഓരോ കോഡ് ഉണ്ടാവും. ആ കോഡാണ് അവിടെ എഴുതേണ്ടത്. പിന്നെ അടുത്തതായിട്ട് അസൈൻമെൻറ്റ് നമ്പർ, അവിടെ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, അത് ബ്ലാങ്ക് ആക്കിയിട്ടുള്ളൂ. പിന്നെ ഇത്രയും ഡീറ്റെയിൽസ് എഴുതിയാൽ മതി. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല, താഴേക്കുള്ളതൊന്നും നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങൾ തെറ്റാതെ എഴുതി വെക്കേണ്ടതാണ്. ഓക്കെ. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, പല സ്റ്റഡി സെൻറ്ററിലുള്ളവരുണ്ടല്ലോ. അപ്പോൾ JDT ഇസ്ലാം സ്റ്റഡി സെൻറ്റർ ആയിട്ടുള്ളവർ JDTയുടെ പേരിലുള്ള പേഴ്സണൽ ഡാറ്റ ഷീറ്റും ഇവാലുവേഷൻ ഷീറ്റുമാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ബാക്കി സ്റ്റഡി സെൻറ്ററിലുള്ളവരെല്ലാം തന്നെ പ്രത്യേകിച്ച് ഒരു സ്റ്റഡി സെൻറ്ററിൻ്റെ പേര് മെൻഷൻ ചെയ്യാത്ത കോമൺ ആയിട്ടുള്ള ഇവാലുവേഷൻ ഷീറ്റും പേഴ്സണൽ ഡാറ്റ ഷീറ്റുമാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ഡ്രൈവിലുണ്ട്. JDT എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡറും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം നോക്കി ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ. പിന്നെ പൊതുവെ എല്ലാവരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, അസൈൻമെൻറ്റ് എഴുതുമ്പോൾ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനൊക്കെ എഴുതണോ എന്നുള്ളത്. അതിൻ്റെ ആവശ്യമില്ല. ഇഗ്നോൻ്റെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്ന ഒരു എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പോലെയാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ എക്സാമിന് എങ്ങനെയാണോ ആൻസർ എഴുതുക അതേ രൂപത്തിൽ എഴുതിയാൽ മതിയാവും. ഇപ്പോൾ ഒരു ഒക്കെ എഴുതുമ്പോൾ എഴുതുകയാണെങ്കിൽ എങ്ങനെ, നമ്മളതിലൊരു ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനൊക്കെ നമ്മുടെ ആൻസറിൽ ഉണ്ടാവും. പക്ഷേ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ കൺക്ലൂഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഹെഡിങ് കൊടുത്ത് അതിനെ തിരിച്ച് അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ഒരു ആൻസർ എഴുതുന്ന രൂപത്തിൽ തന്നെ എഴുതിയാൽ മതിയാവും. ചോദ്യം എഴുതുക, ആൻസർ എഴുതുക, ഇത്രയും മതി. ഓക്കെ.